ഒറ്റയാൻ ഏത്? 56, 72, 90, 110, 132, 150. നമുക്ക് 4 ഓപ്ഷൻസാണ് നൽകിയിട്ടുള്ളത്. 72, 110, 132, 150. ഇതിൽ ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സീക്വൻസിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സീക്വൻസ് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കാം. 56നോട് 16 കൂട്ടിയാൽ 72 ആവും. 72നോട് 18 കൂട്ടിയാണ് 90-ലെത്താം. 90നോട് 20 കൂട്ടിക്കഴിഞ്ഞാൽ 110ആയി. 110നോട് 22 കൂട്ടിക്കഴിഞ്ഞാൽ 132ആയി. അപ്പോൾ ഈ കൂട്ടിയിരിക്കുന്ന സംഖ്യ നോക്കുക. 16, 18, 20, 22. അപ്പോൾ അടുത്ത് കൂട്ടേണ്ടത് ഈ പാറ്റേണിൽ 24 ആയിരിക്കണം കൂട്ടേണ്ടത്. അപ്പോൾ 132, 24 കൂടെ കൂട്ടിയാൽ 156 വരണം. പക്ഷേ ഇവിടെ 150 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ ഓപ്ഷൻ ഡി 150 ആണ്. 0.04 റേസ് മൈനസ് 1.5 വില എത്ര? നമുക്കിവിടെ 0.04 റേസ് മൈനസ് 1.5 വില കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ദശാംശ സംഖ്യകളെ നമുക്കൊന്ന് ഭിന്നസംഖ്യകളാക്കി മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി സൗകര്യമുണ്ട്. നമുക്ക് ഇവിടെ 0.04 എന്നാണ് നൽകിയിരിക്കുന്നത്. ദശാംശ സ്ഥാനത്തിന് വലതുവശത്ത് 2 അക്കങ്ങളുണ്ട്. അതുകൊണ്ട് ഛേദമായിട്ട് 100 കൊടുത്താൽ ഇതിനെ നമുക്ക് ഭിന്നസംഖ്യയാക്കി മാറ്റാം. അതായത് 4/100 എന്നാക്കാം. റേസ് ടു 1.5 എന്നുള്ളത് നമുക്ക് 3/2 എന്ന് എഴുതാമല്ലോ. 2ൽ 3 1/5. അപ്പോൾ മൈനസ് 3/2 എന്ന് എഴുതാം. ഇനി ഈ പവറിൽ നെഗറ്റീവ് വന്നിട്ടുണ്ട്. പവർ നെഗറ്റീവാണ്. പവറിലെ നെഗറ്റീവ് ഒഴിവാക്കുന്നതിനായിട്ട് ഈ 4/100ൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ 100ൽ 4ൻ്റെ വിൽക്രമം എഴുതിയാൽ മതി. അതായത് നമുക്ക് 100/4 എന്ന് എഴുതാം. ഇതിൻ്റെ വിൽക്രമം വരുമ്പോൾ 100/4 റേസ് ടു 3/2 എന്ന് എഴുതാം. 100/4 എത്രയാണ്? 25. അപ്പോൾ ഇത് 25 റേസ് ടു 3/2 എന്ന് വരും. ഇനി നോക്കുക, ഈ പവറിൻ്റെ ഛേദം, പവർ ഒരു ഭിന്നസംഖ്യയാണ്, അതിൻ്റെ ഛേദം 2ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 25നെയും 2 പവറായി വരുന്ന ഒരു സംഖ്യയായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. ഓർക്കുക, 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്കിത് 5 സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2 എന്ന് എഴുതാം. ഇനി നമുക്കൊരു കൃത്യങ്ക നിയമം ഉപയോഗിക്കണം. അതായത് എ റേസ് ടു എം ദി ഹോൾ റേസ് ടു എൻ, എ റേസ് ടു എം ദി ഹോൾ റേസ് ടു എൻ സമം എ റേസ് ടു എം ഇൻറ്റു എൻ. ഈ നിയമം ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് 5 റേസ് ടു 2 ഗുണം 3/2 എന്ന് വരും. 2ഉം 3/2ലെ 2ഉം ക്യാൻസലാവും. പോയിട്ട് 5 റേസ് ടു 3 എന്ന് വരും. 5 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 5 3 തവണ ആവർത്തിച്ച് ഗുണിക്കുക. അപ്പോൾ 125 കിട്ടും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 125. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും? ഇവിടെ ഒരു ദിവസം എത്ര തവണ ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സൂചികൾ നേർരേഖയിൽ വരുന്നത് 2 രീതിയിൽ വരാം. ഒന്നുകിൽ മണിക്കൂർ സൂചിക്ക് മുകളിൽ മിനിറ്റ് സൂചി വരുന്ന രീതിയിൽ വരാം, അല്ലെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എതിർ ദിശയിൽ വരുന്ന രീതിയിൽ വേണമെങ്കിലും വരാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കേസ് നോക്കുക. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന അവസ്ഥ. ഓർക്കുക, 12 മണിക്കൂറിനിടയിൽ 11 തവണ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരും. അതായത് ഒരു ദിവസം 22 തവണ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരും. ഇനി രണ്ടാമത്തെ കാര്യം, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേരെ എതിർ ദിശയിൽ വരുന്നത്. അതും 12 മണിക്കൂറിനിടയിൽ 11 തവണ നേരെ എതിർ ദിശയിൽ വരും. അപ്പോൾ 24 മണിക്കൂറിനിടയിൽ 22 തവണ. അങ്ങനെ ഒരു ദിവസം സൂചികൾ നേർരേഖയിൽ വരുന്നത് 22 22 44 തവണയാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 44. ഗുണനം സമം ന്യൂനം, ഹരണം സമം അധികം, അധികം സമം ഹരണം, ന്യൂനം സമം ഗുണനം ആയാൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയേത്? ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസും പരിശോധിച്ച് വരുമ്പോഴത്തേനും നമുക്ക് സമയം ഏറെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒന്ന് പരിശോധന ചുരുക്കാം. അതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ എല്ലാം അവസാന ആൻസർ പൂർണ്ണസംഖ്യകളാണ്. അതൊന്നും തന്നെ ഭിന്നസംഖ്യകളായിട്ട് വന്നിട്ടില്ല. സാധാരണഗതിയിൽ ഭിന്നസംഖ്യ വരുന്നത് ഹരണം നടക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഹരണത്തിനെ സൂചിപ്പിക്കുന്ന സംഖ്യ സിമ്പൽ നോക്കുക, അധികമാണ്. അധികം ഹരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ അധികം വരുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് അധികം വരുന്ന ഭാഗങ്ങൾ. അതായത് ഇവിടെ എല്ലാം ഹരണം നടക്കണം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഹരിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കുക. 2/3 എന്ന് വരും ഇവിടം.
അത് ഭിന്നസംഖ്യയായിട്ട് കിട്ടും. ഇവിടെ 10/3 എന്നാവും, അതും ഭിന്നസംഖ്യയാവും. 20/16 എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഭിന്നസംഖ്യ വരും. 3/5 എടുത്തു കഴിഞ്ഞാലും അവിടെയും ഭിന്നസംഖ്യ വരും. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസിലും ഹരണം നടക്കുന്നിടത്ത് ഭിന്നസംഖ്യ വരും. അപ്പോൾ ആ ഭിന്നസംഖ്യ വരുമ്പോൾ ആ ഭിന്നസംഖ്യ ഒഴിവാക്കണമെങ്കിൽ അവിടെ ഒരു ഗുണനവും കൂടി അതിനോട് ചേർന്ന് തന്നെ വരണം. ഇവിടെ ഗുണനത്തിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ന്യൂനമാണ്, അത് നോക്കുക. അപ്പോൾ ഈ അധികത്തിനോട് തൊട്ടടുത്ത് തന്നെ ന്യൂനം വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ അധികത്തിനോട് ചേർന്നല്ല ന്യൂനം വരുന്നത്, അതുകൊണ്ട് ഈ ഓപ്ഷൻ നോക്കണ്ട. ഇവിടെയും അധികത്തിനോട് ചേർന്നല്ല ന്യൂനം വരുന്നത്, ഇവിടെയും അധികത്തിനോട് ചേർന്നല്ല ന്യൂനം. പക്ഷേ ഇവിടെ നോക്കുക, അധികത്തിനോട് ചേർന്ന് തന്നെയാണ് ന്യൂനവും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 8 ഹരണത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ അധികം കൊടുക്കണം. 8 + 10 ന്യൂനത്തിൻ്റെ സ്ഥാനത്ത് ഗുണനം, ഗുണം 3 അധികത്തിൻ്റെ സ്ഥാനത്ത് ഹരണത്തിൻ്റെ സിമ്പൽ കൊടുക്കുക, ഭാഗം 5 ഗുണനത്തിൻ്റെ സ്ഥാനത്ത് ന്യൂനം കൊടുക്കുക, -6. അപ്പോൾ ഇതിൽ ഈ ഗുണനവും ഹരണവും അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൂൾ അനുസരിച്ച് ഹരണം ആദ്യം നടക്കണം. 3/5 നമുക്ക് 3/5 എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇനി അതിനെ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10 × 3/5 എന്ന് വരും. ഇവിടെ 5 കൊണ്ട് 10നെ ഹരിക്കുക, അപ്പോൾ 2, 2, 3, 6 എന്ന് വരും. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ ഇത് 8 + 6 - 6. 6ൽ നിന്ന് 6 പോയാൽ അത് 0 ആവും. അപ്പോൾ 8 + 0 8 തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവ് 8 തന്നെ. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒരു കോഡ് ഭാഷയിൽ ബോയ് = 7 ആണ്. താഴെ തന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ 2 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന വുമൺ = 65, രണ്ടാമത്തെ പ്രസ്താവന ഗോഡ് = 9. അതായത് വുമണിൻ്റെ കോഡ് 65ഉം ഗോഡിൻ്റെ കോഡ് 9 ആണെന്നാണ് നൽകിയിരിക്കുന്നത്. ഇതിലേത് പ്രസ്താവനയാണ് ശരി അല്ലെ ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ബോയിയുടെ കോഡ് നൽകിയിട്ടുണ്ട് 7. എങ്ങനെയാണ് ബോയ്ക്ക് ഈ 7 എന്ന് കോഡ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് BOY ഈ ഓരോ അക്ഷരങ്ങൾക്കും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അവയുടെ ക്രമ നമ്പർ കൊടുക്കാം. B രണ്ടാമത്തെ അക്ഷരവും O 15ാമത്തെ അക്ഷരവും Y 25ാമത്തെ അക്ഷരവുമാണ്. നമ്മൾ ഈ ക്രമ നമ്പറുകളെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 25ഉം 15ഉം 40ഉം 2ഉം 42 എന്ന് കിട്ടും. ഇതിനെ സിംഗിൾ ഡിജിറ്റ് ആക്കി വീണ്ടും ഇത് തമ്മിൽ കൂട്ടുക. 4ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 6. ആ 6നോട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 കിട്ടും. അങ്ങനെയായിരിക്കും ഇത് 7ൽ വന്നത്. അതായത് ക്രമ നമ്പറുകൾ കൂട്ടുന്നു, അപ്പോൾ കൂട്ടി സിംഗിൾ ഡിജിറ്റിൽ എത്തിക്കുന്നു, എന്നിട്ട് അതിനോട് ഒന്ന് കൂട്ടി 7 എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കുക, വുമൺ ഇവിടെ W 23ാമത്തെ അക്ഷരമാണ്, O 15 തന്നെ, M 13, N 14, A 1ാമത്തത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 66 എന്ന് കിട്ടും. 66നെ സിംഗിൾ ഡിജിറ്റ് ആക്കിയാൽ അല്ലെങ്കിൽ 6ഉം 6ഉം കൂടെ കൂട്ടിയാൽ 12, അത് 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ വീണ്ടും 3 ആവും. അതിനോട് ഒന്ന് കൂട്ടിയാൽ ഒരിക്കലും 65ലെത്തില്ല. അപ്പോൾ ഈ വുമണിൻ്റെ കോഡ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. കാരണം ഇവിടെ ഉപയോഗിച്ച അതേ ലോജിക്കല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഗോഡ് നോക്കുക. ഗോഡിൻ്റെ G 7ാമത്തെ അക്ഷരവും O 15ാമത്തെ അക്ഷരവും D 4ാമത്തെ അക്ഷരവുമാണ്. അപ്പോൾ 15, 7, 22, 4, 26. 26ലെ ഈ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 6, 2, 8 വരും. 8, 8നോട് 1 കൂട്ടിയാൽ 9. അപ്പോൾ ഗോഡിൻ്റെ കോഡ് 9 എന്നുള്ളത് ബോയ്ക്ക് ഉപയോഗിച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ബോയ് എന്നതിൻ്റെ കോഡ് 7 കിട്ടാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച അതേ മാർഗം തന്നെ ഗോഡിനും അപ്ലൈ ചെയ്യാം. അപ്പോൾ 9 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് 1 തെറ്റും 2 ശരിയുമാണെന്നുള്ള ഓപ്ഷൻ കറക്റ്റായിട്ട് എടുക്കാം. ശരി ഉത്തരം ഓപ്ഷൻ എ, 1 തെറ്റും 2 ശരിയുമാണ്.